കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും പോലീസ് പിടികൂടി. 10 പേരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തത്. 6 പേർ സംഭവത്തിൽ നേരിട്ടുൾപ്പെട്ടവരും 4 പേർ ഇവർക്ക് ആവശ്യമായ സഹായം ചെയ്തു നൽകിയവരുമാണ്. കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് മുഴുവൻ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലാകെ 10 പേരാണുള്ളത്. കടത്തൂർ കണ്ണമ്പള്ളിത്തക്കതിൽ 32കാരനായ വീരപ്പൻ എന്ന് വിളിക്കുന്ന അനീർ, തഴവ കടത്തൂർ കരീപ്പള്ളി കിഴക്കതിൽ 28കാരനായ ബ്ലാക്ക് എന്ന് വിളിക്കുന്ന വിഷ്ണു, കടത്തൂർ വലിയത്തു പടിഞ്ഞാറ്റതിൽ മണ്ണെണ്ണ നൗഫൽ എന്ന് വിളിക്കുന്ന 30കാരനായ നൗഫൽ, കടത്തൂർ കുന്നേൽ വടക്കതിൽ 31കാരനായ ഹുസൈൻ, കുലശേഖരപുരം പുന്നക്കുളം കുറവൻതറ കിഴക്കതിൽ തോമ എന്ന് വിളിക്കുന്ന 27കാരനായ മുഹമ്മദ് ആഷിഖ്, കുലശേഖരപുരം കൊച്ചുവീട്ടിൽ ശങ്കരാടി എന്ന് വിളിക്കുന്ന 30കാരനായ ഷംനാദ, പുലിയൂർ വഞ്ചി വടക്ക റഹിം മൻസിലിൽ 29കാരനായ കഷണ്ടി ഫൈസൽ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഫൈസൽ ഖാൻ, കടത്തൂർ ഫാത്തിമ മൻസിലിൽ 24കാരനായ അലി ഉമ്മർ, തേവലക്കര തടത്തിൽ വീട്ടിൽ 31കാരനായ ഷിനു പീറ്റർ, കുലശേഖരപുരം കൊല്ലൻ്റയ്യത്ത് വീട്ടിൽ 21കാരനായ ആദിൽ മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിൽ അനീർ, വിഷ്ണു, നൗഫൽ, ഹുസൈൻ, മുഹമ്മദ് ആഷിഖ്, ഷംനാദ് എന്നിവർ ഇന്നോവ കാറിൽ വന്ന കേസിൽ നേരിട്ട് ഉൾപ്പെട്ടവരാണ്. കഴിഞ്ഞ ദിവസമാണ് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജിം സന്തോഷ് കൊലപാതക കേസിൽ പ്രതിയായ അലുവ എന്ന് വിളിക്കുന്ന അലുവ അതിലിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പോലീസ് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് പ്രതികളെ പിടികൂടിയത്. ഇന്നലെ രാവിലെ ഒരു 11:15 കൂടി കരുനാഗപ്പള്ളി ഹൈവേയിൽ വെച്ചിട്ട് അതുലിന് പറഞ്ഞാല് എത്തിക്കിട്ടിയതായിട്ട് നമ്മൾ അതിന്റെ തുടർന്നിട്ട് ഇവിടെ 381/2026 കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ടൂർ രൂപീകരിച്ചുള്ളൂ. ACP കൊല്ലം സിറ്റിയുടെ നേതൃത്വത്തിൽ ACP കൊല്ലം, ACP ചാത്തനോട് ഇവിടെയുള്ള സ്പെഷ്യൽ സ്ക്വാഡ് എല്ലാവരുമായിട്ട് ഒരു മേജർ ടീം രൂപീകരിച്ചിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് വിത്തിൻ 2 hours തന്നെ നമുക്ക് ഒരു വൺ ഓഫ് ദ മെയിൻ അക്യൂസ് ഇവിടെ കരുനാഗപ്പള്ളിയുടെ ഔട്ടറിൽ തന്നെ നമുക്ക് കിട്ടിയിരുന്നു. സോ അത് മാത്രമല്ലാതെ 2 കോ അക്യൂസും ഈ പറഞ്ഞ കേസിലെ ബന്ധപ്പെട്ട 2 കോ അക്യൂസ് നമുക്ക് കിട്ടിയിരുന്നു. പിന്നീട് ഇതിന്റെ ഒരു മേജർ ലെവൽ ഓപ്പറേഷൻ ആയിരുന്നു. ഡിലീജി അടക്കം ട്രിവാൻഡ്രം DIC അടക്കം ഇവിടെ സ്റ്റേഷൻ ചെയ്തിരുന്നു. സോ മൊത്തം എല്ലാ സീനിയർ ഓഫീസേഴ്സും DG, ADC, ID സൗത്ത് സോൺ വരെ എല്ലാവരും ഒരു മേജർ ഓപ്പറേഷൻ ആയിട്ട് കംപ്ലീറ്റ് സൗത്ത് സോൺ കേരള പോലീസിന്റെ സൗത്ത് സോൺ കംപ്ലീറ്റ് ആയിട്ട് മൊബിലൈസ് ചെയ്ത് എല്ലാ ഡിസ്ട്രിക്ട്സ് അടക്കം ഓൺ ഫീൽഡില് ഈ പറഞ്ഞ 4 പ്രതികൾ, മെയിൻ പ്രതികളെ പിടിക്കാൻ വേണ്ടി സ്പെഷ്യൽ ടീമും ബോർഡർ ടീമും ചെയ്തിരുന്നു. അത് മാത്രമല്ലാതെ ഇന്റർസ്റ്റേറ്റ് ബോർഡേഴ്സ്, തമിഴ്നാട് ഇന്റർസ്റ്റേറ്റ് ബോർഡേഴ്സ് ആയിട്ട് കന്യാകുമാരി, ദിണ്ടുഗൽ, തേനി, അങ്ങനെ എല്ലാ ഇന്റർസ്റ്റേറ്റ് ബോർഡേഴ്സും ടീം ചെയ്തിരുന്നു. അവിടുത്തെ തമിഴ്നാട് പോലീസിനെ അറിയിച്ചിരുന്നു. സോ ഇത്രയും നമ്മൾക്ക് ചെയ്തു. ഇന്നലെ റേഞ്ച് ലെവൽ ബോംബിംഗ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ANPR ക്യാമറ വഴി ഈ വണ്ടി നമുക്ക് ഇവര് യാത്ര ചെയ്ത വണ്ടിന്റെ ദിശകൾ കിട്ടിയിരുന്നു. സോ അതിന്റെ പുറകില് കോട്ടയം പോലീസും നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ സ്ക്വാഡും വണ്ടി ചേസ് നോക്കി ചെയ്തിട്ട് മുണ്ടക്കയം ഭാഗം വരെ ഏകദേശം 1 മണിക്കൂറിന്റെ ഒരു ചേസിലും എല്ലാ വെഹിക്കിൾസും റൗണ്ട് അപ്പ് ചെയ്തിട്ട് ഈ വണ്ടിയെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടിയിരുന്നതും അവിടുത്തെ പബ്ലിക് അടക്കം നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഈ 4 പേരും ഇറങ്ങി ചാടി ഓടിയ സമയത്ത് പബ്ലിക് അടക്കം അവിടുത്തെ പോലീസായിട്ട് സഹായിച്ച് ഈ 4 പേര് നമുക്ക് പിടികൂടിയിരുന്നു. ഏകദേശം വിത്തിൻ 12 hours തന്നെ ഈ കേസായിട്ട് ബന്ധപ്പെട്ട് മേജർ അക്യൂസ്ഡ് 6 പേരാണ് ഈ ക്രൈം സീനിൽ തന്നെ ഉണ്ടായിരുന്ന 6 അക്യൂസ്ഡ് നമ്മൾ പിടിച്ചു. അത് മാത്രമല്ലാതെ 2 കോ അക്യൂസ്ഡ് ഹാർബർ ചെയ്തവരായിട്ടും പ്ലസ് ഇവർക്ക് വണ്ടി സഹായം പ്ലസ് ബാക്കി സഹായങ്ങളൊക്കെ നേരത്തെ പ്ലാനിങ്ങിലൊക്കെ ഉണ്ടായിരുന്ന രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ പിടിക്കുന്നു. സോ ഈ പറഞ്ഞ ഒരു ഓപ്പറേഷൻ നമ്മൾ കേരള പോലീസ് ഒരു തരത്തിലും ഗൂണ്ടാ ആക്രമണങ്ങൾക്ക് ടോളറൻസ് കാണിക്കില്ല, യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇതിലെ കൊല്ലത്തിലുള്ള പബ്ലിക്കും ശരി, കോട്ടയത്തിലുള്ള പബ്ലിക്കും ശരി വളരെ, അതായത് കേരള പോലീസിന്റെ ഈ ഒരു ശക്തമായിട്ടുള്ള ആക്ഷനില് ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ 4 പേര് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. താങ്ക് യു ഓൾ ദ പബ്ലിക് ആൻഡ് മീഡിയ ഫോർ ഡൂയിങ് വിത്ത് ആൻഡ് സപ്പോർട്ടിങ് ആൻഡ് ഈ നടപടിയിൽ ഇനി മുന്നോട്ട് പോകും. കേസിലെ പ്രധാന പ്രതികൾ കൃത്യത്തിനു ശേഷം മറ്റൊരു സ്വിഫ്റ്റ് കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. ഈ വാഹനം നിരീക്ഷിച്ച് വർക്കല ഭാഗത്ത് ആദ്യമെത്തി. പിന്നീട് കോട്ടയം ഭാഗത്തേക്ക് വാഹനം പോയതായി പോലീസിന് വിവരം ലഭിച്ചു. പിന്തുടർന്നെത്തിയ പോലീസ് മുണ്ടക്കയത്തു നിന്നുമാണ് വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ബ്ലാക്ക്, വിഷ്ണു, അനീർ, ഹുസൈൻ, ആഷിഖ് എന്നിവരെ പിടികൂടിയത്.
കോട്ടയം പോലീസിന്റെ സഹായത്തോടെയാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. ആദിൽ, അലിയുമർ എന്നിവരെയും തുടർന്ന് പിടികൂടി. സംഭവം നടന്ന 12 മണിക്കൂറിനുള്ളിൽ മുഴുവൻ പ്രതികളെയും പിടികൂടിയതായി പോലീസ് വ്യക്തമാക്കി. സംഭവത്തിന് ശേഷം ഇവർ രക്ഷപ്പെടാൻ ഉപയോഗിച്ച 2 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.